കൊല്ലത്ത് വൈദിക വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച വൈദികൻ പിടിയിലായി. ഫാദർ തോമസ് പാറക്കേളത്താണ് പോലീസ് പിടിയിലായത്. മധുര ഉസ്ലാംപെട്ടിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പൂവാർ സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിവരങ്ങൾ. തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിയായ കുട്ടിയുടെ വീട്ടുകാരാണ് തിരുവനന്തപുരം പരാതി നൽകിയത്. പീഡനം നടന്നത് പുത്തൂരിലായതിനാൽ കേസ് പുത്തൂർ പോലീസിന് കൈമാറുകയായിരുന്നു. പുത്തൂർ SI വൈദികനെ വീട്ടിൽ വെച്ച് ചോദിക്കുന്നതിനിടയിൽ ഇയാൾ അഭിഭാഷകനെ വിളിക്കാനെന്ന വ്യാജേന വീടിന്റെ പുറകുവശത്തുകൂടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് ഇന്ന് പുലർച്ചെയോടെ ഇയാളെ പിന്തുടർന്ന പോലീസ് ഇന്ന് പുലർച്ചെയോടെ മധുര ഉസ്ലാംപെട്ടിയിൽ നിന്ന് പിടികൂടി. കൊട്ടാരക്കര റൂറൽ SPയുടെ ഷാഡോ പോലീസ് സേനയാണ് ഇയാളെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ കൊട്ടാരക്കരയിൽ എത്തിക്കും. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയാണ് ചൈൽഡ് ലൈനിൽ നിന്ന് കുട്ടിയെ വൈദികൻ പീഡിപ്പിച്ചെന്ന പരാതി ലഭിക്കുന്നത്. കാഞ്ഞിരംകുളം സ്വദേശിയായ വൈദിക വിദ്യാർത്ഥി കോട്ടാത്തല സെന്റ് മേരീസ് പള്ളി വികാരി തോമസ് പാറക്കേളത്ത് തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന് ആരോപിച്ച് പൂവാർ CIക്കാണ് മൊഴി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 5 മാസമായി വൈദികൻ പീഡിപ്പിക്കാറുണ്ടെന്ന് കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കാഞ്ഞിരംകുളത്താണ് കുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നീട് വൈദിക പഠനത്തിനായി കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള സെന്റ് മേരീസ് പള്ളിയിലും സഭയുടെ കീഴിലുള്ള വിദ്യാലയത്തിലുമായിരുന്നു പഠനം. പള്ളിക്ക് കുറച്ച് അകലെയുള്ള ഒരു വീട്ടിലാണ് വൈദിക വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നത്. കൊട്ടാരക്കര സെന്റ് മേരീസ് പള്ളിയുടെ മുകളിലത്തെ നിലയിലാണ് വൈദികൻ താമസിക്കുന്നത്. ഈ പള്ളിയുടെ ഈ മുകളിലത്തെ നിലയിൽ വെച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് നിർണായകമായ മൊഴി. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.